അല്പം വൈകിയെങ്കിലും നമ്മൾ അപകടം മനസ്സിലാക്കിയിരിക്കുന്നു. കേന്ദ്ര ഭരണ നേതൃത്വം ഉടനടി ഇതിൽ ഇടപെടണം. എത്രയും പെട്ടെന്ന് ഇന്ന് ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള ഹലാൽ ഫണ്ടിംഗ് എന്ന സംവിധാനം നിർത്തലാക്കണം. അഥവാ ഹലാൽ ഫണ്ടിംഗ് വാങ്ങുന്ന കമ്പനികളുടെ പ്രൊഫൈൽ അഥവാ ഹലാൽ ഫണ്ടിംഗ് വാങ്ങുന്ന കമ്പനികൾ അവരുടെ പ്രൊഫൈലിൽ അത് വ്യക്തമാക്കണം. നമ്മുടെ മക്കളെ ജിഹാദിൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കണം. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ്, അതായത് TCS എന്ന സ്ഥാപനത്തിലെ മതപരിവർത്തനം, ഹിന്ദു യുവതികളെ പീഡിപ്പിക്കൽ തുടങ്ങി ധാരാളം വാർത്തകൾ ദിനം പ്രതി പുറത്തു വരുന്നുണ്ട്. ലെൻസ്കാർട്ട്, ഇൻഡിഗോ എയർലൈൻസ് എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും ഇതേ പ്രശ്നം ഉണ്ട് എന്ന റിപ്പോർട്ടുകളും കണ്ടു. അത് കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് നമ്മുടെ നവമാധ്യമങ്ങളാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഇത് കണ്ടില്ല എന്ന മട്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും TCSലും ലെൻസ്കാർട്ടിലും സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കടങ്ങുന്നില്ല. കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ട് എന്നെനിക്കറിയാം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ്. 2047 ആകുമ്പോൾ ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യം ആക്കും എന്ന് ഇവിടുത്തെ ഇസ്ലാമിക ഭീകര സംഘടനകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് അത്ര സീരിയസ് ആയി എടുത്തില്ല. പക്ഷേ അവർ പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല എന്നും അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ വളരെ മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു എന്നുമാണ് നാസിക്കിലെ ടാറ്റയും ലെൻസ്കാർട്ടും ഇൻഡിഗോ എയർലൈൻസ് എന്ന സ്ഥാപനങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. 2014 വരെ ഭാരതം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ആയിരുന്നു ഇതിൻ്റെ പിന്നിലെ ചാലകശക്തി എന്നാണ് പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഹലാൽ ഫണ്ടിംഗ് എന്ന ആഗോള അടിസ്ഥാനത്തിൽ നടക്കുന്ന കോർപ്പറേറ്റ് ജിഹാദിനെ കുറിച്ച് മനസ്സിലാക്കണം. സൗദി അറേബ്യയിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനമാണ് ഹലാൽ ഫണ്ടിംഗ്. വഹാബിസം ആണ് അതിൻ്റെ അടിസ്ഥാന ശില. ഹലാൽ ഫണ്ട് എന്നറിയപ്പെടുന്നത് ശരിയത്ത് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾക്കാണ്. ഇവിടെ ഭാരതത്തിൽ അതിനെ എത്തിക്കൽ ഫണ്ട് എന്നാണ് വിളിക്കുന്നത്. എത്തിക്കൽ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം ധാർമ്മികം എന്നാണ്. സാധാരണക്കാരായ ഭാരതീയരെ പറ്റിക്കാൻ ആണ് ധാർമ്മിക ഫണ്ട് എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്. ശരിയത്ത് ഫണ്ട് എന്നോ ഹലാൽ ഫണ്ട് എന്നോ പേരിട്ടാൽ അതിൻ്റെ പൂച്ചി പുറത്താവും എന്നുള്ളത് കൊണ്ടാണ് എത്തിക്കൽ ഫണ്ട് എന്ന് പേരിട്ടിരിക്കുന്നത്. അതായത് ഒരു ഒളിച്ചു കടത്തൽ.